Welcome to my YouTube channel, Doc and Mom. Stay tuned. Hi guys, നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. It's back to school shopping. So let's go. Come on. എന്നറിയണ്ടേ, നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പാണ്. ഹൈപ്പർ മാർക്കറ്റ് ആണ്. പേര് മിനി മാർട്ട് എന്നാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് രീതിയിലുള്ളതാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഈസി എൻട്രൻസ്. എന്നാൽ നമുക്ക് ഇന്ന് ഒരു ചേഞ്ചിന് ഫ്രണ്ടിലൂടെ പോയാലോ? കമോൺ. ഓ ഭയങ്കര വെയിലാണ് ഗൈസ്. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയാൽ നമ്മുടെ ഷോപ്പിൽ തിരക്ക് കൂടും. അപ്പോൾ അതിൻ്റെ മുൻപ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് നമ്മൾ. യെസ്, സോ നമുക്ക് ഷോപ്പിലോട്ട് പോവാം. അപ്പോൾ ലിസ്റ്റ് എവിടെ? സോ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. സോ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഷോപ്പ്. കണ്ടാൽ മിനി മാർട്ട് എന്നൊന്നും പറയില്ലല്ലോ. ഇറ്റ്സ് എ ഹ്യൂജ് മാർട്ട്. ഇറ്റ്സ് നോട്ട് മിനി, ഇറ്റ്സ് ഹ്യൂജ്. എന്തൊക്കെയാ വേണ്ടത് നോക്ക്. ആദ്യം നോട്ട്ബുക്സ് അല്ലേ. എൻ്റെ മോനിക്ക് ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ പണിയാകുമ്പോൾ അവൻ ഇവിടെയാണ് കൊണ്ട് കിടത്താറ്. അവൻ്റെ ആ ബെഡ് എടുക്ക്. മോനെ നമ്മളിവിടെ നല്ല ഉറക്കി കെടുത്തിട്ടുണ്ട്. ഇവൻ്റെ സ്ഥിരം സ്പേസ് ഇതാണ് കേട്ടോ. വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ചെയർമേ ബെഡ് ഇടും, അല്ലെങ്കിൽ അവിടെ കെടുത്തും. സോ നമ്മുടെ ഷോപ്പ് കീപ്പർ എത്തിയിട്ടുണ്ട്. ഷോപ്പ് കീപ്പർ കോളിലാണ്. ഇവരെ ഷോപ്പിങ്ങിന് വന്നതാണെങ്കിലും നമുക്ക് നോട്ടം ദേ ഇതൊക്കെയാണ് കേട്ടോ. ഇനി എന്തൊക്കെയാ ആവശ്യം ലിസ്റ്റ് എടുത്തിട്ട് നോക്കിയേ തന്നെ. എത്ര 4 ലൈൻ എത്ര ബുക്സ് വേണം എടുത്തോ മച്ചേ? 4 ലൈൻ എത്ര എണ്ണം വേണം നമുക്ക്? 7 4 ലൈൻ 5 എണ്ണം. എന്തിന് ഇത്രയും 5 എണ്ണം 7 എണ്ണം ഒക്കെ? 5 4 ലൈൻ. 4 ലൈൻ 5 എണ്ണം. സിംഗിൾ ലൈൻ ഇവക്കെ എല്ലാതും എഴുതി വെച്ചിട്ടുണ്ട്. നീ സിംഗിൾ ലൈൻ 7 എണ്ണം, 2 ലൈൻ 4 എണ്ണം, മാത്സിന്റെ നോട്ട്ബുക്ക് 4 എണ്ണം, ഡ്രോയിങ് ബുക്ക് 2 എണ്ണം. നോക്കിയ മേക്ക് പറഞ്ഞു. 2 ലൈൻ കുറച്ചും കൂടി കട്ടിയുള്ളതുണ്ടോ? 200 പേജസ് ആയിരിക്കും അല്ലേ? അത് 4 എണ്ണം. ഇത് 2 ലൈൻ അല്ലേ? ഓക്കെ, ഇത് മാറ്റി വെക്ക്. ഇനി 4 ലൈൻ 5 എണ്ണം. 4 ലൈനും ഇതേ വലുപ്പമുള്ളത് തന്നെ. ഗൈസ്, നിങ്ങൾക്കൊക്കെ ഏത് ക്ലാസ്സിൽ മുതലാണ് മക്കൾക്ക് ഈ 4 ലൈൻ മാറി സിംഗിൾ ലൈൻ ആവുന്നത് എല്ലാതും? എൻ്റെ മൂത്ത മോൻ ഐബക്ക് ഇവൻ ഇനി 4th അവൻക്കിനി 4 ലൈൻ്റെ ആവശ്യം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ വാങ്ങി വെക്കുകയാണ്. ഇല്ലെങ്കിൽ മെഹക്കിന് യൂസ് ആയിക്കോളും. കാരണം മെഹക്കിന് 3rd നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഷോപ്പിംഗ് പെരിന്തൽമണ്ണയിൽ സിംഗിൾ ലൈൻ ഇനി 7 എണ്ണം വേണം. 200 എണ്ണം. 200 ഇപ്പൊക്കെ അതെടുത്തോ. എന്നാൽ ഇതാണ് നല്ലതൊന്നും കൂടി. സി റൂൾഡ് ആവുമ്പോ എഴുതുമ്പോ വൃത്തി ഉണ്ടാവും. ഇതെടുത്തോ. ഒന്നുള്ളൂ, വലുതെടുത്തോ. നോ പ്രോബ്ലം. ഇങ്ങനത്തെ ഇതന്നെയാണ് നിനക്കിനി. ഇനി ഡ്രോയിങ് ബുക്ക് എവിടെ? സ്വപ്നം കണ്ട് കിടക്കാന്ന് തോന്നുന്നു. സാറില്ല, കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. 2 എണ്ണം, 2 ഡ്രോയിങ് ബുക്ക്. അതോടുകൂടി ബുക്സോ കഴിഞ്ഞില്ലേ? പെൻസില് അപ്സര ഒരു പാക്കറ്റും കൂടി എടുത്തോ. പിന്നെന്തായിരുന്നു? ജോമെട്രിക് ബോക്സ്. 4th സ്റ്റാൻഡേർഡ് മുതലാണ് ജോമെട്രിക് ബോക്സ് തുടങ്ങുന്നത്. നൊസ്റ്റാൾജിയ ഗൈസ് ഇതൊക്കെ കാണുമ്പോൾ. നമ്മൾ യൂസ് ചെയ്തിരുന്ന ഏതിൻ്റെ ആയിരുന്നു? ക്യാമലിൻ്റെ ആയിരുന്നോ?
ആ ക്യാമലല്ല, സോറി ക്യാംലിൻ. ക്യാമലല്ലേ? ക്യാംലിനാണോ ക്യാമലാണോ? ക്യാമലിന്റെ പഴയതുണ്ട് കുട്ടി, എനിക്ക് തെറ്റിയതല്ല, ക്യാമൽ തന്നെയാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതേപോലെ ഗൾഫിൽ നിന്ന് ഉപ്പച്ചി വരുമ്പോ ഒന്ന് കൊടുന്നിരുന്നു. അത് ഏതിന്റെ ആയിരുന്നു ഞാൻ ഓർക്കുന്നില്ല പേര്. ഷാർപ്നർ വേണം. ഓക്കെ, ഇതേതൊന്ന് 2 ഷാർപ്നർ വേണ്ട. ഐബക്കിന് വേണ്ട ഷാർപ്നർ. ഷാർപ്പിന്റെ അമ്മയ്ക്കിടെ കയ്യിലുണ്ടോ സ്കെയില്? അതെന്താ അറിയാത്തത്? കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ സ്കെയില് ഇങ്ങനെ തീർന്നു പോണ്. സ്കെയിൽ എവിടെ? ആണോ? എന്നാ സ്കെയില് വേണ്ട. സ്കെയിൽ ക്യാൻസൽ. സ്കെയിൽ ക്യാൻസൽ. റഫ് ബുക്കിനുള്ള ബുക്സ് ഒക്കെ എടുത്തിട്ടില്ലേ? അതിനെന്താ പ്രശ്നം? വലുതുകൊണ്ടായ സ്കെയില് എഴുതാനല്ലല്ലോ മെഹ. സോറി, വരക്കാൻ പറ്റൂല. സ്കെയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. സ്കെയിൽ എടുക്കാം. എവിടെ സ്കെയിൽ ഇരിക്കണം? സ്കെയിൽ ഇതല്ലേ? ഇത് വലുത്. വലുത് വേണ്ട. വലുത് വേണ്ട. ഓക്കെ, ഇനി ഗ്ലൂ എടുക്കും. ഗ്ലൂ ഗ്ലൂ. അവന്റെ മൂഡ് മാറുന്നതിന്റെ മുന്നേ നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പോണം. ഇതാണ് ഇവരെ ഫ്രണ്ട്സ്. ഹായ്, ഇത് റബി, ഇത് ഫഹീം. ഇത് വലുതില്ല അമ്മ, ഇതിന്റെ വലുതില്ല. ആ ഇതാങ്കി ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ദേ ഈ സാധനം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ട്രാൻസ്പെറന്റ് ഉണ്ടോ? ട്രാൻസ്പെറന്റ്. ഇത് ട്രാൻസ്പെറന്റ് തന്നെ. ഫുൾ ട്രാൻസ്പെറന്റാ? ഇത് പക്ഷെ കവറിങ് അല്ലല്ലോ. ഇതൊരു സുഖമില്ല, ഒരു ക്വാളിറ്റി ഇല്ല. അത് വേണ്ട. വരികയാണെങ്കിൽ നമുക്ക് അപ്പ വാങ്ങാം. ഇനി വേറെ എന്താ വാങ്ങാനുള്ളത്? നോക്കിക്കോ. അവന്റെ മൂഡ് മാറുന്നതിന്റെ ഹൈലൈറ്റ് അത് വേണമെങ്കിൽ നമുക്ക് ആ പെൻ. ഏതാ പെൻ? ഇത് ഏതാ? ജെല്ലാണോ? കാണാനുള്ള ലുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അതൊന്നും ചിലപ്പോ നല്ലതായിരിക്കില്ല. നമ്മുടെ പണ്ടത്തെ ലെക്സി, സെല്ലോ ഗ്രിപ്പർ ഷോ, നോസ്റ്റു. സ്റ്റേപ്ലർ കിട്ടിയിട്ടില്ല. ഇനി വേണ്ടത് സെല്ലോ ടേപ്പ് ആണ്. ചെറിയതും വേണം, വലുതും വേണം. എവിടെ സെല്ലോ ടേപ്പുകൾ ഇരിക്കുന്നത്? ബാക്കിലാണ്. നമുക്ക് ഇതിലൂടെ പോവാം, കാരണം അവിടെ മോനെ കെടുത്തിയത് കൊണ്ട് നമുക്ക് കാണില്ല. നമ്മൾ ഇങ്ങനെ സൈഡിലോട്ടാണ്. ഇവിടെ മസാലാസിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ. എവിടെ? ആ അമ്മയ്ക്ക് ആ സ്റ്റേപ്ലർ വാങ്ങിക്കോ. എവിടെ? സെല്ലോ ടേപ്പ്. ചെറുത് വേണ്ട. ചെറുത് വേണ്ട. അതിലൊന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് കൊടുത്ത വെല്ലുമിച്ച് എടുത്തു തരും. മോന്റെ മേലേക്ക് വീഴല്ലേ? ഓക്കെ. ഇനി നെയിം സ്ലിപ്പ്. അമ്മയ്ക്ക് ഇരുന്ന് ഏതാ നെയിം സ്ലിപ്പ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാൻ. നോക്കട്ടെ, എനിക്ക് ബാർബി ഫ്രൂട്ട്സ് കൊടുക്കട്ടെ. എടുത്ത് ഏതെങ്കിലും ഒരു ഷീറ്റും കൂടി എടുക്ക. ഫേവറേറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ആ ബുക്സിന്റെ കൂടെ കൊണ്ടുപോയി വെക്ക. ഭയങ്കര ഇഷ്ടം. പിന്നെ ഐ ഗെസ് ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് വേറെ ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. ഐബക്കിന് എന്താ? 2 നെയിം സ്ലിപ്പ് എടുത്തോ? 2 or 3 ഷീറ്റ് എടുത്തോ? എനിക്ക് തിന്നാനായിട്ട് ഞാനൊരു ഇത് എടുത്തിട്ടുണ്ട്. അതൊക്കെ ബില്ലില് കൂട്ടണേ. ബില്ലില് ഏത് ബില്ലില് കൂട്ടണം? വേണം മിഠായി. അടുത്തോ ബില്ലില് എഴുതിക്കോ എടുത്തിട്ട്. അയ്യോ, ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണം കേട്ടോ. എല്ലാത്തിനും കുറച്ചിട്ടോ. ഈ എഴുതിപ്പിക്കുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ റൊക്കം കാശ് കൊടുക്കുന്നു. എല്ലാം ഇവിടെ എൻ്റെ പറ്റാണ്. എൻ്റെ പറ്റ് വലുതായി വലിയൊരു പറ്റായിട്ടുണ്ട് ഇവിടെ.
ജൂലൈന് ഇനി ഞാൻ പോകുമ്പോ അതൊക്കെ വീട്ടിട്ടേ പോലെ അമ്മ ചിരിക്കുന്നുണ്ടല്ലേ. സത്യം ഞാൻ കാശൊക്കെ കൊടുക്കാറുണ്ട്. അതങ്ങനെയൊക്കെ അല്ലേ. ആദ്യം സിംഗിൾ ലൈൻ 5 വെച്ച്. ഫസ്റ്റ് ഇത് വെക്കാം. സ്ലിപ്പ് എത്ര? സ്ലിപ്പ് 4 4 ഇവൻക്ക് 3 അവളുടേത് 3 പിന്നെ ഡ്രോയിങ് ബുക്ക് 2 വെച്ചു. ഡ്രോയിങ് ബുക്ക് 2 വെച്ചു. ഡ്രോയിങ് ബുക്ക് കണ്ടില്ലേ, അത് വെച്ചു. പിന്നെ സിംഗിൾ ലൈൻ ഇത് ഏതാ ബുക്ക്? അത് മാത്സ്. ഇത് മാത്സിന്റേത് 1 ചെറുതും 3 വലുതും. ചെറുത് മതി. ചെറുത് ഇവിടെ ഇല്ല. ചെറുതില്ല. എന്നാ 1 മാത്രം അത് നിർത്താൻ മതി അമ്മ. ബാക്കി എന്താ അതൊന്നും 1 മാത്രം എഴുതാൻ മതി. അവൾക്ക് ചെറുത് മതി. അതല്ല ആവശ്യമില്ല. ഞാൻ വലുതെടുത്തോണ്ട് എന്നാ 3 അവിടെ വെച്ചു. ചെറുത് വരുമ്പോ കൊണ്ടുവരാം. പിന്നെ 4 ലൈൻ 5 അല്ലേ? സിംഗിൾ ലൈൻ വെക്കാം. സിംഗിൾ ലൈൻ 7 സിംഗിൾ ലൈൻ അല്ല. പിന്നെ സിംഗിൾ സിംഗിൾ ലൈൻ 7 സിംഗിൾ ലൈൻ 7 അതും കൂടെ ജൂലൈനോ? ചൂലൈൻ ഇതാണ് വിചാരിക്കുന്നു. ഇത് 4 ലൈനാ. ഞാൻ അതേപോലെ ക്ലോസ് ചെയ്തോളൂ. നമ്മളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒരു പെട്ടി ഇനി വീണ്ടും ഉണ്ടാവും കേട്ടോ. അത് വീട്ടിൽ ഇതേപോലെ ഒരു പെട്ടി ഇനി ഞാൻ പോകുന്നതിന്റെ തലേ ദിവസം, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് രാത്രിയാണ് പോണെങ്കിൽ ഞാൻ രാവിലെ ഇവിടെ വന്നിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇതേപോലെ ഒരു പെട്ടി ഞാൻ സെറ്റാക്കും വീട്ടിലേക്കുള്ള. അതും പറ്റാണ്, പക്ഷെ പറ്റൊക്കെ കൊടുത്ത് വീട്ടിലുണ്ട് കേട്ടോ. ഇതൊക്കെ അങ്ങനെയല്ല തെറ്റി. നമുക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് പോയി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വേറെ രീതിയിൽ അടക്കാൻ നോക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് കവറാൻ വലുതൊന്നും എടുത്തിട്ടില്ല ഇപ്പൊക്കെ. വലുതൊന്നും ആ ഓക്കെ ട്രാൻസ്പെറന്റ് വാങ്ങുമ്പോൾ ചെയ്യാം അല്ലേ? ഇവിടെ ഒരാളെ സ്വപ്നം കണ്ട് കിടക്കുകയാണ്. ഏതോ സ്വപ്ന ലോകത്താണ്. നിങ്ങൾ എല്ലാവരും ബാക്ക് സ്കൂൾ ഷോപ്പിംഗ് ചെയ്തെങ്കിൽ കമന്റ് ചെയ്തു.